ഈ നക്ഷത്രക്കാർ പറ്റുമെങ്കിൽ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലും ചോറ്റാനിക്കര പോകണേ. ഭഗവതി കാത്തിരിക്കും, പോയാൽ രക്ഷപ്പെടും. നമസ്കാരം. ചോറ്റാനിക്കര ഭഗവതിയുടെ ശർക്കര നിവേദ്യത്തിന്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചോറ്റാനിക്കരയിലെ ഏറ്റവും വലിയൊരു വഴിപാടാണ് ശർക്കര നിവേദ്യം അല്ലെങ്കിൽ ശർക്കര സമർപ്പണം. മിക്കവാറും ഭക്തജനങ്ങളൊക്കെ ഒരു ശർക്കര ഉണ്ട അല്ലെങ്കിൽ ശർക്കരയെങ്കിലും കയ്യിൽ പിടിച്ചിട്ടാണ് വരാറുള്ളത്. ഭഗവതിക്ക് സമർപ്പിക്കും. അത് വെള്ളിയാഴ്ചകളിലുമൊക്കെ ശർക്കര സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും ശർക്കര സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ശർക്കരയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു ശർക്കരമയമാണ് ഭഗവതിയുടെ പല കാര്യങ്ങളും. ഇപ്പോൾ ശർക്കര പറയുണ്ട്. ശർക്കര കൊണ്ട് പറവെക്കാം. ശർക്കര കൊണ്ടുള്ള തുലാഭാരം ചോറ്റാനിക്കരയിൽ വളരെ വിശേഷമാണ്. അതേപോലെ ശർക്കര കൊണ്ട് ഉണ്ടാകുന്ന പായസങ്ങൾ, അപ്പോൾ ചതുശതം അല്ലെങ്കിൽ നെയ്പായസം അല്ലെങ്കിൽ ത്രിമധുരം, ശർക്കര കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടോ അതൊക്കെ ഭഗവതിക്ക് ഇഷ്ടമാണ്. അത്രയും ശർക്കരയോട് ഒരു പ്രത്യേക സ്നേഹമുള്ള ആളാണ് ദേവി. എന്താണ് ഇതിന്റെ ഒരു കാരണം? ഈ ഭഗവതിയുടെ ചൈതന്യം ആദ്യമായി കണ്ടെത്തിയത് അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന അന്ന് പഴയ കാലത്ത് കാടായിരുന്നു. അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന കുറച്ച് സ്ത്രീകൾ ഈ അരിവാള് അതിന്റെ മൂർച്ച കൂട്ടുവാൻ വേണ്ടി ആ ഭഗവതിയുടെ അവരങ്ങനെ ഉരച്ചു. ആ ശിലയിൽ നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകി. അതുകൊണ്ട് ഭയപ്പെട്ട് അവർ അടുത്ത് ഓടിച്ചെന്ന് അവിടെ അടുത്തുള്ള ഒരു മനയിലെ അവിടുത്തെ കാരണവരോട് ചെന്ന് ഈ കാര്യം പറഞ്ഞു. വളരെ തപസ്യായിട്ടുള്ള അദ്ദേഹത്തിന് കാര്യം വേഗം തന്നെ മനസ്സിലായി. സാക്ഷാൽ ജഗദംബ ആ ചോറ്റാനിക്കര മുന്നിൽ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഓടി വന്നു. ആ ഓടി വന്ന ഇടയ്ക്ക് പല സാധനങ്ങളും ഒക്കെ എടുക്കുവാൻ മറന്നുപോയി. അപ്പോൾ രക്തം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അപ്പോൾ ആ രക്തപ്രവാഹം നിർത്തുവാൻ വേണ്ടി ആ ഈശ്വരിയെ അദ്ദേഹം ആദ്യമായിട്ട് പൂജിച്ചു. ആ പൂജിക്കുമ്പോൾ ഒരു ചിരട്ടയിൽ കുറച്ച് മലരും ഒരു വലിയ ഉണ്ട ശർക്കരയും വെച്ചിട്ടാണ് ആദ്യത്തെ നേദ്യം. അതുകൊണ്ടാണ് ഈ ചിരട്ട നേദ്യവും ഭഗവതിക്ക് വളരെ പ്രധാനമാണ്, വളരെ പ്രാധാന്യമാണ്, ഇപ്പോഴും ഉണ്ട്. അതും വളരെ പ്രാധാന്യമായി ചിരട്ടയിൽ നേദിച്ചുകൊണ്ട് ആദ്യമായിട്ട് ശർക്കര നേദിച്ചുകൊണ്ട് എപ്പോഴും ആദ്യമായിട്ട് നിവേദിക്കുന്ന ആ നിവേദ്യ വസ്തുവിനോട് ഈശ്വര സാന്നിധ്യത്തിന് ഒരു പ്രത്യേക മമത ഉണ്ടാകും, ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാകും. ആദ്യമായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോറ്റാനിക്കരയിൽ ആ ശർക്കര നിവേദ്യം പ്രാധാന്യമായി. എത്ര നിങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവതിക്ക് ശർക്കര സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് മാറും എന്നത് 100% കാര്യം സാധിക്കും. എത്ര സത്യമാണ്. എത്രയോ അനുഭവങ്ങൾ ഭഗവതിക്ക് ശർക്കര വെച്ച് പ്രാർത്ഥിക്കും. ചെറിയൊരു നമ്മുടെ കഴിവിനനുസരിച്ച് ചിലർ 12 കിലോ വെക്കാറുണ്ട്, ചിലർ 5 കിലോ വെക്കാറുണ്ടാകും, ചിലർ ചിലപ്പോൾ 50 ഗ്രാം ആയിരിക്കും വെക്കുക. ശർക്കര വെച്ച് പ്രാർത്ഥിക്കും. ചെറിയൊരു നമ്മുടെ കഴിവിനനുസരിച്ച് ചിലർ 12 കിലോ വെക്കാറുണ്ടാകും, ചിലർ 5 കിലോ വെക്കാറുണ്ടാകും, ചിലർ ചിലപ്പോൾ 50 ഗ്രാം ആയിരിക്കും ശർക്കര വെക്കുക. അവനവന്റെ കഴിവിനനുസരിച്ച് ഭഗവതി എല്ലാം സ്വീകരിച്ച് ആ ശർക്കര സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കാറുണ്ട്. ഭഗവതിയുടെ ശർക്കര കൊതിയെ പറ്റി ഒരുപാട് കഥകളുമുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ കുന്നിഗുരുവും ആനയും ഒക്കെ എത്ര ഇഷ്ടമാണോ അതേപോലെ തന്നെയാണ് ചോറ്റാനിക്കര അമ്മയ്ക്ക് ശർക്കരയെ തൊട്ട് കളിക്കാൻ മാത്രം ഭഗവതി സമ്മതിക്കില്ല. പറയും എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പോകട്ടെ. ഭഗവതിക്ക് അതൊന്നും വലിയ കാര്യമില്ല. ശർക്കര തൊടുവാൻ പറ്റില്ല, പിന്നെ സ്വർണം തൊടാൻ പറ്റില്ല. കാരണം സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് അതിനോട് ഒരു പ്രത്യേകത, ഒരു മമത ഉണ്ടാവുമല്ലോ. അതുപോലെ ശർക്കരയും. അപ്പോൾ എത്ര പ്രാധാന്യമുള്ള വഴിപാടാണ് ഭഗവതിക്ക് ആദ്യം തന്നെ ഉള്ള ആ നിവേദ്യ വസ്തു എന്ന് പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം ധാരാളം അനുഭവങ്ങളിലൂടെ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന നിലയിലും ചോറ്റാനിക്കരയിലെ ശർക്കര സമർപ്പണം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് സാധാരണഗതിയിലുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി ഇതിന്റെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ഗുഡന്ന പ്രീത മാനസ. ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കര, ഗുഡന്നം എന്ന് പറഞ്ഞാൽ ശർക്കര കൊണ്ടുണ്ടാക്കുന്ന ഒരു അന്നം, അതായത് പായസത്തിൽ പ്രീതമാനസിയാണ് ആ ദേവി, സന്തോഷിക്കും. മറ്റൊന്ന് ദേവിയുടെ കയ്യിൽ ആ വില്ല് കരിമ്പിന്റെ വില്ലാണ്. ആ കരിമ്പിൽ നിന്നാണ് ഈ ശർക്കര ഉണ്ടാകുന്നത്. ആ കരിമ്പ് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. ആ മനസ്സിൽ നിന്നാണ് ആവിർഭൂതമായിട്ടുള്ള മധുരമാണ് ശർക്കര. അതായത് കരിമ്പ് വില്ലിനെ മനസ്സായിട്ട് സങ്കല്പിച്ചാൽ അതിൽ നിന്നും ആവിർഭൂതമായിട്ടുള്ള ആ ഒരു മധുരം ആണ് ശർക്കര. അപ്പോൾ നിങ്ങൾ ശർക്കര സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ദേവിയിൽ സമർപ്പിക്കുന്നു. അതാണ് ശർക്കര
ശർക്കര സമർപ്പണത്തിന്റെ ഒരു മറ്റൊന്ന് ഈ മധുരം എന്ന് പറയുമ്പോൾ 2 മധുരമുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരമുണ്ട്, അതുകൊണ്ടുള്ള ഒരു മധുരമുണ്ട്. അപ്പോൾ പൊതുവെ ശാസ്ത്രീയ സ്വഭാവത്തിലുള്ള ദേവീ സങ്കല്പങ്ങളെല്ലാം ശർക്കര കൊണ്ടുള്ള പ്രധാന പായസത്തിനും ഒക്കെയാണ് പ്രാധാന്യം. കാരണം ശർക്കര കുറച്ച് രാജസം കൂടിയാണ്. അതായത് ശക്തി സ്വരൂപിണിയായ ഭഗവതി ആ ശക്തിയുടെ വിജയം അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ശർക്കര കൊണ്ടുള്ള അന്നം, ശർക്കര കൊണ്ടുള്ള നിവേദ്യം ഭഗവതി ഇഷ്ടപ്പെടുന്നു. ശർക്കരയ്ക്ക് ഒരു തരം ലഹരി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ശാക്തേയ ആരാധനയുടെ, ശാക്തേയ സമ്പ്രദായത്തിന്റെ ആരാധനയുടെ ഒരു ചെറിയ ഭാഗം കൂടിയാണ് ഈ പായസ നിവേദ്യം. അതിമധുരമായിട്ടുള്ള ശർക്കരയുടെ നിവേദ്യവും എന്നുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മനസ്സ് ഭഗവതിയിൽ അർപ്പിക്കുന്നു. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് ദേവിയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവി അനുഗ്രഹിക്കും. അതുകൊണ്ട് ശർക്കര സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കൂടി ഭഗവതിയിൽ, ദേവിയിൽ സമർപ്പിക്കുക. ആ ദേവിയെ പറ്റി ഇടമുറിയാതെയുള്ള ചിന്തകൾ മനസ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇടമുറിയാതെയുള്ള ചിന്തകളാണ് എപ്പോഴും മനസ്സിലെ ചിന്തകളായിരിക്കും, അല്ലേ? ഒരു ദിവസം കോടി ചിന്തകൾ എങ്കിലും മനസ്സിലൂടെ പാഞ്ഞു പോകുന്നുണ്ടാകും. ആ ചിന്തകളൊക്കെ ഈ ഭഗവതിയിൽ സമർപ്പിക്കുക. ആ ചിന്തകളൊക്കെ ഭഗവതിയെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകൾ ആകുവാൻ പരിശ്രമിക്കുക. ആ ശർക്കര സമർപ്പിക്കുമ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കുക, ഭഗവതി, ഞാൻ എൻ്റെ മനസ്സ് നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, സ്വീകരിക്കണേ, എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണേ, എൻ്റെ മനസ്സിന്റെ ദുഃഖങ്ങൾ മാറ്റണേ, എൻ്റെ മനസ്സിന് ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശർക്കര സമർപ്പണം എല്ലാവർക്കും, എല്ലാ ഐശ്വര്യവും, എല്ലാ കാമനകളും, എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ആ ചോറ്റാനിക്കര അമ്മ അനുഗ്രഹിക്കും. എല്ലാവർക്കും നമസ്കാരം. അമ്മേ ശരണം, ദേവീ ശരണം ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ. മാത്രമല്ല എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇതിൽ കമന്റായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.